2023 ദേശീയ സ്കൂൾ സീനിയർ അത്ലറ്റിക്സിൽ ചാമ്പ്യന്മാരായ സംസ്ഥാനം. 2023 ദേശീയ സ്കൂൾ സീനിയർ അത്ലറ്റിക്സ് ചാമ്പ്യന്മാരായ സംസ്ഥാനം ഏതാണ് ചോദ്യം? ഏതാണ് സംസ്ഥാനം? ഓപ്ഷൻ എ കേരളമാണ്. കേരളമാണ് ആൻസർ. 2023 ദേശീയ സ്കൂൾ സീനിയർ അത്ലറ്റിക്സിൽ ചാമ്പ്യന്മാര് നമ്മുടെ കേരളമാണ് കേട്ടോ. കേരളമാണ് ആൻസർ. അടുത്ത്, കേരളത്തെ ഏത് രോഗത്തിൽ നിന്ന് മുക്തമാക്കാൻ ലക്ഷ്യമിട്ടുള്ള ക്യാമ്പയിനാണ് വിവ പദ്ധതി? വിവ അനീമിയ അല്ലേ? അനീമിയ. ഞാനിത് പഠിപ്പിച്ചിട്ടുണ്ട്. അനീമിയ വിവ പദ്ധതി. വിളർച്ചയിൽ നിന്ന് വളർച്ചയിലേക്ക് എന്നാണ് പറഞ്ഞതിന്റെ പൂർണ്ണരൂപം. വിളർച്ചയിൽ നിന്ന് വളർച്ചയിലേക്ക്. വിവ. ഓക്കെ, വിവ എന്നാണ് അതിന്റെ വിവയുടെ പൂർണ്ണരൂപം. വിളർച്ചയിൽ നിന്ന് വളർച്ചയിലേക്ക്. അവിടെ അനീമിയ. മെയിനായിട്ട് സ്ത്രീകളെയാണ് ഫോക്കസ് ചെയ്യുന്നത്. സ്ത്രീകളെ കേട്ടോ. ഓക്കെ. അടുത്ത്, 2024 ജനുവരിയിൽ അന്തരിച്ച മാരിയോ സലാഗോ ഏത് കായികനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മാരിയോ സലാഗോ. മാരിയോ സലാഗോ വളരെ ഫുട്ബോളാണ് കേട്ടോ. ഫുട്ബോളുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് മാരിയോ സലാഗോ. അടുത്ത, 62ാം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കിരീടം നേടിയ ജില്ല. ഇവിടെ ഏത് ജില്ലയാണ്? ഓപ്ഷൻ ഡി കണ്ണൂരാണ്. വേദിയാണെങ്കിലോ? വേദി എവിടെയാ? വേദി 62ാം സ്കൂൾ കലോത്സവത്തിന്റെ വേദി അത് കൊല്ലം. 62 വേദി കൊല്ലം, ജേതാക്കള് കണ്ണൂരാണ്. 61 വേദിയും ജേതാക്കളും കോഴിക്കോടാണ്. 61 വേദിയും ജേതാക്കളും കോഴിക്കോടാണ്. മാറിപ്പോയത്. അടുത്ത്, KSRTC ബസ്സുകളിൽ ഡിജിറ്റൽ പേയ്മെന്റ് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന ആപ്പിന്റെ പേര്. KSRTC ബസ്സുകളിൽ ഡിജിറ്റൽ പേയ്മെന്റ് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന ആപ്പിന്റെ പേരാണ് ചലോ ആപ്പ്. എന്താ കുട്ടികളെ? ചലോ ആപ്പ് എന്നാണ് അതിന്റെ പേര്. ചലോ ആപ്പ്. 2023 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയ മലയാളി. 2023 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയ മലയാളിയാണ് പിള്ളേരെ EV രാമകൃഷ്ണൻ. EV രാമകൃഷ്ണൻ ആൻസറെ. EV രാമകൃഷ്ണൻ. രാജ്യത്താദ്യമായി ജല ബജറ്റ് തയ്യാറാക്കുന്ന നിയമസഭാ മണ്ഡലം ഏതാണ്? ജല ബജറ്റ് തയ്യാറാക്കുന്നത് ധർമ്മടമാണ്. ധർമ്മടം നിയമസഭാ മണ്ഡലമാണ്. ധർമ്മടത്തെ MLA ആരെന്നറിയോ? ധർമ്മടത്തെ MLA ആരാ? ധർമ്മടത്തെ MLA ആണ് പിണറായി വിജയൻ. ധർമ്മടത്ത് നിന്നുള്ള MLA ആണ് കേട്ടോ. ഓക്കെ. പിണറായി വിജയൻ ധർമ്മടത്ത് നിന്നുള്ള MLA ആണ്. ഓക്കെ. അടുത്ത, 2024 സൂപ്പർ കപ്പ് ഫുട്ബോളിന് വേദിയായ സംസ്ഥാനം. സൂപ്പർ കപ്പ് 2024 സൂപ്പർ കപ്പ്. സൂപ്പർ കപ്പിന് വേറൊരു പേരുണ്ട്, കലിംഗ കപ്പ് എന്ന് പറയും. സൂപ്പർ കപ്പിന് കലിംഗ കപ്പ് എന്ന് പറയും. കലിംഗം എന്ന് പറഞ്ഞാൽ എവിടെയാണ്? കലിംഗ കപ്പ്. കലിംഗ എന്ന് വെച്ചാൽ ഇപ്പോൾ ഒഡീഷയാണ് അല്ലേ? ഒഡീഷയാണ്. സൂപ്പർ കപ്പിനാണ് നമ്മൾ കലിംഗ കപ്പ് ഫുട്ബോൾ എന്ന് പറയുന്നത്. ഓക്കെ. 2024 സൂപ്പർ കപ്പ് ഫുട്ബോളിന് വേദിയായത് ഒഡീഷയാണ്. റണ്ണറപ്പും ഒഡീഷയാണ്. ജേതാക്കള് ഈസ്റ്റ് ബംഗാളാണ് കേട്ടോ. വെസ്റ്റ് ബംഗാൾ അല്ല, ഈസ്റ്റ് ബംഗാളാണ് ജേതാക്കള്. ഈസ്റ്റ് ബംഗാളാണ് കേട്ടോ. ഓക്കെ. കലിംഗ കപ്പിനെയാണ് നമ്മൾ സൂപ്പർ കപ്പ് എന്നും പറയുന്നത്. വേദി ഒഡീഷയാണ് വരുന്നത്. ഓക്കെ. ജേതാക്കള് ഈസ്റ്റ് ബംഗാളും പിന്നെ റണ്ണറപ്പ് ഒഡീഷ തന്നെയാണ്. ഓക്കെ. അടുത്ത്, സംസ്ഥാനത്ത് ആദ്യമായി ഓൺലൈൻ ഗ്രാമസഭ സംഘടിപ്പിച്ച പഞ്ചായത്ത്. മലയൻകീഴ് പഞ്ചായത്താണ്. മലയൻകീഴ് പഞ്ചായത്താണ് സംസ്ഥാനത്ത് ആദ്യമായിട്ട് ഓൺലൈൻ ഗ്രാമസഭ സംഘടിപ്പിച്ച പഞ്ചായത്ത്. മലയൻകീഴ്. രാജ്യാന്തര AI ഉച്ചകോടിക്ക് വേദിയാകുന്ന കേരളത്തിലെ നഗരം. രാജ്യാന്തര AI ഉച്ചകോടിക്ക് വേദിയാകുന്ന കേരളത്തിലെ നഗരം ഏതാണ് കുട്ടികളെ? കൊച്ചിയാണല്ലേ? കൊച്ചിയാണ് AI ഉച്ചകോടിക്ക് വേദിയാകുന്ന നഗരം. കൊച്ചിയാണ്. അടുത്ത്, ഇന്ത്യയിലെ ആദ്യത്തെ അന്തർവാഹിനി ടൂറിസം അവതരിപ്പിക്കുന്നത് ഏത് സംസ്ഥാനത്താണ്? അന്തർവാഹിനി ടൂറിസം പിള്ളേരെ പഠിക്കുക. ഓപ്ഷൻ ഡി ഗുജറാത്താണ് അല്ലെ? അന്തർവാഹിനി ടൂറിസം എവിടെയാണ്? ഗുജറാത്തിലാണ്. അന്തർവാഹിനി ടൂറിസം ഗുജറാത്തിലാണ്. ഓപ്ഷൻ ഡി ഗുജറാത്ത്. ഓക്കെ. അടുത്ത, 2023 ഡിസംബറിൽ സംസ്ഥാനത്തെ വനം വികസന ഏജൻസികളിലും ഇക്കോ ടൂറിസം കേന്ദ്രങ്ങളിലും വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധനയുടെ പേര്. നമ്മുടെ വനം വികസന ഏജൻസികളിലും ഇക്കോ ടൂറിസം കേന്ദ്രങ്ങളിലും വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധനയുടെ പേരാണ് ഓപ്പറേഷൻ ജംഗിൾ സഫാരി അല്ലേ? ഓപ്പറേഷൻ ജംഗിൾ സഫാരി. അടുത്ത, 2023 ഡിസംബറിൽ നടന്ന വനിതാ ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏത് ടീമിനെതിരെയാണ് ഇന്ത്യൻ വനിതകൾ കന്നി ജയം സ്വന്തമാക്കിയത്? 2023 ഡിസംബറിൽ വനിതാ ടെസ്റ്റ് ക്രിക്കറ്റ് നടന്നിട്ടുണ്ടായിരുന്നു. ഇന്ത്യയും ഏത് ടീമുമായിട്ടായിരുന്നു? ഇംഗ്ലണ്ടാണോ?
ഇന്ത്യ ഇംഗ്ലണ്ട് ആണോ, ഇന്ത്യ ന്യൂസിലൻഡ് ആണോ? ഓപ്ഷൻ എ ആണ് ഇന്ത്യ ഓസ്ട്രേലിയ കേട്ടോ. ഇന്ത്യ ഓസ്ട്രേലിയ. ഇന്ത്യ ഓസ്ട്രേലിയക്കെതിരെ എന്ത് ചെയ്യുന്നറിയാവോ? കന്നി ജയം സ്വന്തമാക്കി. ഓക്കെ, ഇന്ത്യ ഓസ്ട്രേലിയ. ഓക്കെ. 2024 ജനുവരിയിൽ അന്തരിച്ച കൊട്ടാരക്കര ഭദ്ര ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കൊട്ടാരക്കര ഭദ്ര. കൊട്ടാരക്കരയൊക്കെ ആകുമ്പോൾ ഏതാ കുട്ടികളെ? കഥകളിയാണല്ലേ, കഥകളി. ഓപ്ഷൻ എ കഥകളിയാണ്. കൊട്ടാരക്കര ഭദ്ര ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കുട്ടികളെ? കഥകളിയാണ്, കഥകളി. 2023 അർജുന അവാർഡ് നേടിയ ഇന്ത്യൻ ക്രിക്കറ്റ് താരം ആരാണ്? മുഹമ്മദ് ഷമിയാണ് അല്ലെ, മുഹമ്മദ് ഷമിയാണ് അർജുന അവാർഡ് നേടിയ ഇന്ത്യൻ ക്രിക്കറ്റ് താരം. മുഹമ്മദ് ഷമിയാണ് ആൻസർ കേട്ടോ. നിലാവ് കുടിച്ച സിംഹങ്ങൾ ആരുടെ ആത്മകഥയാണ്? നിലാവ് കുടിച്ച സിംഹങ്ങൾ എസ് സോമനാഥിന്റെ ആത്മകഥയാണ് പിള്ളേരെ. നിലാവ് കുടിച്ച സിംഹങ്ങൾ ആരുടെ ആത്മകഥയാണ്? എസ് സോമനാഥിന്റെ ആത്മകഥയാണ്. കേരളത്തിലെ ആദ്യ പ്രൊഫഷണൽ ബോക്സിംഗ് മത്സരത്തിന്റെ വേദിയായ ചേപ്പാട് ഏത് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു? ചേപ്പാട് എവിടെയാണ് കുട്ടികൾ? ചേപ്പാട് ആലപ്പുഴയിലാണ്. ചേപ്പാട്. ഓക്കെ, ചേപ്പാടുകാർ ആരെങ്കിലും ഉണ്ടോ? ആലപ്പുഴ ചേപ്പാട് എന്നുള്ള ആരെങ്കിലും ഉണ്ടോ? ഹരിപ്പാട് ചോദിച്ചില്ല, ചേപ്പാട്. മനോഹർ ചേപ്പാടാണോ? നീ നൂറിനാടല്ലോ നിന്റെ വീട്? അല്ലേ? മനുവിന്റെ വീട് നൂറിനാടല്ലേ? ചേപ്പാട് ഹരിപ്പാടല്ലെന്ന്. ഹരിപ്പാടാണ് സാർ. ഹരിപ്പാട് അടുത്ത നമ്മുടെ അടുത്ത സ്റ്റോപ്പാണ് ചേപ്പാട്. ഹരിപ്പാട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം ഉണ്ടല്ലോ, ഇല്ലേ? ഉണ്ട്. നിങ്ങക്ക് മണ്ണാർശാലയൊക്കെ അടുത്താണ്? അടുത്ത് തന്നെ, ഒരു 5-10 മിനിറ്റ് ഉള്ളൂ. ശരി. പരീക്ഷ കഴിഞ്ഞ് അങ്ങോട്ടൊക്കെ വരണം. അതെ, വീട്ടിലേക്ക് പോരൂ. വരാം, വിളിച്ചാ വരാം. യെസ്, ഇപ്പോഴേ വിളിച്ചിരിക്കുന്നു. കിളിമീൻ വേണ്ട കേട്ടോ, കിളിമീൻ പൊരിക്കണ്ട. കിളിമീൻ ഇവിടുത്തെ ഞവരയാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് അബദ്ധം പറ്റിയ സാധനമാണത്. ഇവിടെ മീൻ ഉണ്ടാവില്ല. ഇല്ലെങ്കിൽ നല്ല കാര്യം. ഓക്കെ, ശരി. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്ക് പ്രകാരം രാജ്യത്ത് സ്ത്രീധന മരണങ്ങൾ ഏറ്റവും കുറവുള്ള സംസ്ഥാനം ഏതാണ്? നമുക്ക് കേൾക്കുമ്പോൾ രസമായിട്ട് തോന്നുമെങ്കിലും കേരളത്തിലെ സ്ത്രീധന മരണങ്ങൾ ഇത്തിരി കുറവാണ് കേട്ടോ. സ്ത്രീധനത്തിന്റെ പേരിൽ സ്ത്രീയെ ആക്രമിക്കുന്ന സ്ത്രീകൾ പുരുഷന്മാരെ തലക്കടിച്ച് കൊല്ലുന്ന കാലഘട്ടമായതിനാൽ സ്ത്രീധന മരണങ്ങൾ കേരളത്തിൽ കുറവാണ്, യു പിയിൽ കൂടുതലാണ്. ഓക്കെ, അടുത്ത് സംസ്ഥാനത്തെ ആദ്യത്തെ ദീപാലംകൃത പാലം ഒരുങ്ങുന്നത് എവിടെയാണ്? ദീപാലംകൃത പാലം വളരെ ഫറോക്കിലാണ് അല്ലെ? ഫറോക്കിലാണ് ദീപാലംകൃത പാലം എന്ത് ചെയ്യുന്നത്? ഒരുങ്ങുന്നത് ഫറോക്കാണ്. 2024 ഒളിമ്പിക്സിന് വേദിയാകുന്ന നഗരം? 2024 ഒളിമ്പിക്സ് പാരീസ് ആണ് അല്ലെ? പാരീസ്. നിങ്ങൾക്ക് LDCക്ക് ഒരു ചോദ്യം ഉറപ്പാണ്. ഈ ചോദ്യം പാരീസ് എന്ന ചോദ്യം ഉറപ്പായിട്ട് വരും. 2026 ഫുട്ബോൾ ലോകകപ്പിന്റെ ചോദ്യം നിങ്ങൾക്ക് വരും. ഇതൊക്കെ മസ്റ്റായിട്ടുള്ള ചോദ്യങ്ങളാണ്. ഓക്കെ, 2022 ഖത്തർ വേൾഡ് കപ്പിന് ചോദ്യം നിങ്ങൾക്ക് വരും. ഓക്കെ, ശരി. അടുത്ത ചുവടെ തന്നിട്ടുള്ളവയിൽ സൈനിക സഹായ വ്യവസ്ഥ വഴി ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർക്കപ്പെട്ട നാട്ടുരാജ്യങ്ങളിൽ ഉൾപ്പെടാത്തത്? സൈനിക സഹായ വ്യവസ്ഥ വഴി ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർക്കപ്പെട്ട നാട്ടുരാജ്യങ്ങളിൽ ഉൾപ്പെടാത്ത ഏതാണ് ചോദ്യം? വളരെ ഓപ്ഷൻ ബി നാഗ്പൂർ ആണല്ലേ? നാഗ്പൂർ, ഇൻഡോർ, ഹൈദരാബാദ്, തഞ്ചാവൂർ, ഇത് മൂന്നുമാണ് സൈനിക സഹായ വ്യവസ്ഥയോട് കൂട്ടിച്ചേർക്കപ്പെട്ട പ്രധാന നാട്ടുരാജ്യങ്ങള്. ഓക്കെ, നാഗ്പൂർ ഇല്ല അല്ലെ? ഓക്കെ, ശരി. മൊണ്ടേഗു ചേംസ്ഫോർഡ് ഭരണപരിഷ്കാരവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1909 എന്നറിയപ്പെടുന്നു. പ്രവിശ്യകളിൽ ദ്വിഭരണം ഏർപ്പെടുത്തിയ ഭരണപരിഷ്കാരം. ഇന്ത്യയിലെ ദ്വിമണ്ഡല സമ്പ്രദായം ആദ്യമായി നിർദ്ദേശിച്ച നിയമം. ഇതിൽ ഏതൊക്കെയാണ് ശരിയായ പ്രസ്താവനകൾ എന്നാണ് ചോദ്യം പിള്ളേരെ. ഓപ്ഷൻ ബി ആണ് ശരിയായ ആൻസർ. അതായത് ഒന്നാമത്തേത് തെറ്റുണ്ട്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1909 അല്ല, 1919 ആണ്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1919 ആണ്. ബാക്കി രണ്ട് കറക്റ്റ് ആണ്. പ്രവിശ്യകളിൽ ദ്വിഭരണം ഏർപ്പാടാക്കിയത് മൊണ്ടേഗോ ചേംസ്ഫോർഡ് പരിഷ്കാരങ്ങളാണ്. അതുപോലെ ഇന്ത്യയിലെ ദ്വിമണ്ഡല സമ്പ്രദായം ആദ്യമായി നിർദ്ദേശിച്ച നിയമവും ഏതാണ്? മൊണ്ടേഗോ ചേംസ്ഫോർഡ് റിഫോംസ് ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഒന്ന് തെറ്റാണെന്ന് അറിയാം, അപ്പൊ അത് വെച്ചിട്ട് ആൻസർ ചെയ്താലോ.
സെപ്റ്റംബർ കൂട്ടക്കൊല ഏത് സംഭവവുമായി ബന്ധപ്പെട്ടിരുന്നു? സെപ്റ്റംബർ കൂട്ടക്കൊല ഏതാ? സെപ്റ്റംബർ കൂട്ടക്കൊല ഏതാ സംഭവം പിള്ളേരെ? ഓപ്ഷൻ ബി ആണോ? റഷ്യൻ വിപ്ലവം നമ്മൾ പഠിച്ചല്ലേ? റഷ്യൻ വിപ്ലവം പഠിച്ചപ്പോൾ എവിടെയും സെപ്റ്റംബർ കൂട്ടക്കൊല നമ്മൾ പഠിച്ചായിരുന്നോ? റഷ്യൻ വിപ്ലവം നമ്മൾ രാവിലെ പഠിച്ചതാ? ഇല്ല. ഓപ്ഷൻ എ ഫ്രഞ്ച് വിപ്ലവമാണ്. ഫ്രഞ്ച് വിപ്ലവം കേട്ടാ. സെപ്റ്റംബർ കൂട്ടക്കൊല ഫ്രഞ്ച് വിപ്ലവമാണ്. ഫ്രഞ്ച് വിപ്ലവമാണ് കേട്ടോ. സെപ്റ്റംബർ കൂട്ടക്കൊല ഫ്രഞ്ച് വിപ്ലവമാണ്. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. വൈക്കം ക്ഷേത്രത്തിലേക്കുള്ള നിരത്തുകളിൽ അവർണ ഹിന്ദുക്കൾക്ക് കൂടി സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിക്കണമെന്നായിരുന്നു സമരക്കാർ ഉന്നയിച്ച ആവശ്യം. വൈക്കം സത്യാഗ്രഹം 10 മാസം നീണ്ടു നിന്നു. വൈക്കം സത്യാഗ്രഹത്തിന് പിന്തുണയുമായി TK മാധവന്റെ നേതൃത്വത്തിൽ സവർണ ജാഥ നടന്നു. 1925 ജവഹർലാൽ നെഹ്റുവിന്റെ ഇടപെടലിനെ തുടർന്നാണ് സമരം വിജയകരമായി അവസാനിച്ചത്. വളരെ ഇതില് ഒന്ന് മാത്രമാണ് ശരി, ബാക്കി എല്ലാം എന്താണ്? തെറ്റാണ്. അപ്പൊ ആൻസർ ഓപ്ഷൻ ഡി വരും കേട്ടോ. ഓപ്ഷൻ ഡി ശരിയായ പ്രസ്താവന ഒന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഓപ്ഷൻ ഡി വരും. ഓപ്ഷൻ ഡി. അസാധാരണനും അതുല്യനുമായ ഒരു വിശിഷ്ട വ്യക്തി എന്ന് പഴശ്ശിരാജയെ വിശേഷിപ്പിച്ചത് ആരാണ്? പഴശ്ശിരാജയെ അസാധാരണനും അതുല്യനുമായ വിശിഷ്ട വ്യക്തി എന്ന് പറഞ്ഞത് ആരാ കുട്ടികളെ? അത് നമ്മുടെ TH ബേബർ ആണല്ലേ? TH ബേബർ ആണ് പറഞ്ഞത്. TH ബേബർ ആണ് പറഞ്ഞത്. TH ബേബർ. ഓക്കെ. താഴെ കൊടുത്തിരിക്കുന്നതിൽ പസഫിക് സമുദ്രത്തിന്റെ ഭാഗമല്ലാത്തത്? പസഫിക് സമുദ്രത്തിന്റെ ഭാഗമല്ലാത്തത് വായിച്ചു നോക്കി. ചൈന കടല്, ബെറിംഗ് കടലിടുക്ക്, മഞ്ഞക്കടൽ, മെക്സിക്കൻ കടലിടുക്ക്. ഏത് വരും? മഞ്ഞക്കടലോ? മഞ്ഞക്കടലൊക്കെ പസഫിക്കാ. ബെറിംഗ് കടലിടുക്കും അന്താരാഷ്ട്ര ദിനാങ്കരയൊക്കെ കടന്നു പോകുന്ന കടലിടുക്ക്, അതുമല്ല. ചൈനയല്ല. ഇവിടെ ഓപ്ഷൻ ഡി മെക്സിക്കൻ കടലിടുക്കാണ്. മെക്സിക്കൻ ഗൾഫ് ഓഫ് മെക്സിക്കയാണ്. ഗൾഫ് ഓഫ് മെക്സിക്കോ വരുന്നത് അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ് കേട്ടോ. ഗൾഫ് ഓഫ് മെക്സിക്കോ വരുന്നത് അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ്. നമ്മൾ SCRT ഉണ്ടോ? നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. സംസ്ഥാന അതിർത്തികൾ ചിത്രീകരിക്കുവാൻ ചുവടെ ചേർത്തിട്ടുള്ള ഏത് തരം ഭൂപടത്തിലും നിങ്ങൾ ആശ്രയിക്കുക? നിങ്ങൾ ഏത് ആശ്രയിക്കും പിള്ളേരെ? സംസ്ഥാന അതിർത്തികൾ ചിത്രീകരിക്കാൻ സംസ്ഥാന അതിർത്തികൾ ചിത്രീകരിക്കുന്ന രാഷ്ട്രീയ ഭൂപടത്തിലാണ്. രാഷ്ട്രീയ ഭൂപടത്തിലാണ് ഈ സംസ്ഥാന അതിർത്തികൾ ചിത്രീകരിക്കുന്നത്. ഓക്കെ. രാഷ്ട്രീയ ഭൂപടത്തിലാണ്. ഓക്കെ. ഈ രാഷ്ട്രീയം എന്ന് വെച്ചാൽ എന്താണ്? രാഷ്ട്രീയം നിങ്ങൾ എന്ത് പറയും? രാഷ്ട്രീയം എന്ന ഒറ്റപ്പദമല്ലേ? അതിന് നിങ്ങൾ എക്സ്പാൻഡ് ചെയ്ത് എന്ത് പറയും? രാഷ്ട്രീയം എന്തോ? രാഷ്ട്രീയം രാഷ്ട്രത്തെ സംബന്ധിച്ചതാണ് രാഷ്ട്രീയം. രാഷ്ട്രത്തെ സംബന്ധിച്ചതാണ് രാഷ്ട്രീയം. ഓക്കെ. പിള്ളേരെ അപ്പോഴും അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ രാഷ്ട്രീയം കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും അത് രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നെഗറ്റീവ് ചിന്തയോടെ കാണുന്ന ഒരു സംഭവമാണല്ലേ. രാഷ്ട്രീയത്തിൽ ഇറങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മോശപ്പെട്ട പ്രവൃത്തിയായിട്ടാണ് പലരും കാണുന്നത്. തട്ടിപ്പും വെട്ടിപ്പോന്നൊക്കെയാണ് നമ്മുടെ മനസ്സിലുള്ളത്. അതൊക്കെയല്ലേ പൊതുജന സേവനം, രാഷ്ട്രീയ സേവനം കേട്ടോ. രാഷ്ട്ര സേവനം എന്നൊക്കെ പറയും. ഇപ്പൊ അങ്ങനെയാണല്ലോ. ഓക്കെ. അത് നമ്മൾ ഇടപെടാത്തോണ്ടല്ലേ. പണ്ട് നമ്മുടെ പ്ലേറ്റോ പറഞ്ഞത് എന്താ? നിങ്ങൾ രാഷ്ട്രീയത്തിൽ സജീവമായി ഇടപെടാതിരുന്നു കഴിഞ്ഞാൽ നിങ്ങളെക്കാൾ മോശപ്പെട്ടവർ നിങ്ങളെ ഭരിക്കും. അത് തന്നെ. അപ്പൊ നമ്മൾ രാഷ്ട്രീയത്തിൽ ഇടപെടണം. നിങ്ങളിപ്പോ ജോലി വാങ്ങും, നമുക്ക് രാഷ്ട്രീയത്തിൽ പിന്നെ ഇടപെടാം നമുക്ക്. ഓക്കെ. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. അല്ല, എന്റെ മനസ്സിലുള്ള ഒരു ആഗ്രഹമാണ്. ഇപ്പോഴൊന്നുമല്ല, കുറെ കാലം കഴിഞ്ഞിട്ട് ഒരു 40-45 വയസ്സൊക്കെ കഴിഞ്ഞതിന് ശേഷം. ഓക്കെ. ഇപ്പോഴും നമുക്ക് ആരോഗ്യം ഉള്ളതുകൊണ്ട് ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? നന്നായിട്ട് ജോലി ജീവിക്കാൻ പറ്റും. അപ്പൊ അത് പറ്റാതാവുന്ന സമയം വരുമ്പോൾ നമുക്ക് രാഷ്ട്രീയത്തിലോട്ട് എത്തിക്കാം. ഇപ്പൊ ഈ പഠിപ്പിക്കുന്നത് കൊണ്ട് നമുക്ക് കുറെയൊക്കെ നോളേജ് ഉണ്ടാവും. അത്യാവശ്യം നോളേജ് വേണം നമുക്ക് രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന സമയത്ത്. അത്യാവശ്യം നോളേജ് വേണം.
ജോലി ചെയ്ത് ജീവിക്കാൻ പറ്റാതാകുമ്പോൾ നമുക്ക് രാഷ്ട്രീയത്തിൽ പോവാം കേട്ടോ. ശരി, താഴെ തന്നിരിക്കുന്ന ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഉയർന്ന താപനിലയും ധാരാളം മഴയും നെൽകൃഷിയും ആവശ്യമാണ്. ഉഷ്ണകാല വിളയായതിനാൽ മുഖ്യമായും ജലസേചനത്തെ ആശ്രയിച്ചാണ് ഇന്ത്യയിലെ ഗോതമ്പ് കൃഷി. ഇന്ത്യയിൽ ചോളം കൃഷി ചെയ്യുന്നത് ശൈത്യകാലങ്ങളിലാണ്. നീർവാഴ്ചയുള്ള എക്കൽ മണ്ണാണ് ഗോതമ്പ് കൃഷിക്ക് ഉത്തമം. ഓക്കെ, ഏതാണ് ആൻസർ എന്ന് കമന്റ് ചെയ്യാവോ? ഏതാണ് ആൻസർ എന്ന് കമന്റ് ചെയ്യാവോ? വായിച്ചു നോക്കുക. ഉയർന്ന താപനില ധാരാളം മഴ നെൽകൃഷിക്ക് ആവശ്യമാണ്. ഉഷ്ണകാല വിളയായതിനാൽ മുഖ്യമായും ജലസേചനത്തെ ആശ്രയിച്ചാണ് ഇന്ത്യയിലെ ഗോതമ്പ് കൃഷി. ഇന്ത്യയിൽ ചോളം കൃഷി ചെയ്യുന്നത് ശൈത്യകാലങ്ങളിലാണ്. നീർവാഴ്ച എക്കൽ മണ്ണാണ് ഗോതമ്പ് കൃഷിക്ക്. പിള്ളേരെ ഓപ്ഷൻ സി ആണ് ആൻസർ. ഓപ്ഷൻ സി. എടാ, ഉഷ്ണകാല വിളയല്ല ഗോതമ്പ് എന്ന് പറയുന്നത്. ഗോതമ്പ് മിതോഷ്ണ വിളയാണ് അല്ലേ? മിതോഷ്ണ നമ്മൾ പഠിച്ചു. ഗോതമ്പിലെ ഫസ്റ്റ് പോയിന്റ് ഉണ്ട് നമ്മൾ എസ് ഗോതമ്പിനെ കുറിച്ചുള്ള ഫസ്റ്റ് പോയിന്റ് തന്നെ ഈ മിതോഷ്ണ വിള എന്നാണ് പറയുന്നത്. ഉഷ്ണകാല വിളയല്ല, മിതോഷ്ണ വിളയാണ്. മിതോഷ്ണ മേഖലകളിലാണ് എന്ത് ചെയ്യുന്നത്? ഇത് കൃഷി ചെയ്യുന്നത്. ഓക്കെ, ശരി. അടുത്ത്, സിന്ധുവിനും സത്ലജിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഹിമാലയത്തിന്റെ ഭാഗം അറിയപ്പെടുന്നത്. സിന്ധുവിനും സത്ലജിനും ഇടയിലുള്ള സ്ഥിതി ചെയ്യുന്ന ഹിമാലയത്തിന്റെ ഭാഗം ഏതാണ് കുട്ടികളെ? ഓപ്ഷൻ എ പഞ്ചാബ് ഹിമാലയമാണ്. നമ്മൾ ഹിമാലയത്തിന്റെ പ്രാദേശിക വിഭജനം നമ്മൾ പഠിക്കും കേട്ടോ. ഈ ആഴ്ച പഠിക്കും അത്, പ്രാദേശിക വിഭജനം. ഓക്കെ, പഞ്ചാബ് ഹിമാലയമാണ്. അടുത്ത്, താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. കേരളത്തിന്റെ കിഴക്കൻ മലനാടിന്റെ ഏറ്റവും ഉയരം കൂടിയ ഭാഗമാണ് ആനമുടി. സഹ്യപർവ്വതത്തിലെ ഏറ്റവും തെക്ക് ഭാഗത്തുള്ള കൊടുമുടിയാണ് അഗസ്ത്യാർകൂടം. കേരളത്തിന്റെ നെല്ലറ എന്നറിയപ്പെടുന്ന കുട്ടനാട് കിഴക്കൻ തീരസമതലത്തിന്റെ ഭാഗമാണ്. കേരളത്തിന്റെ കിഴക്ക് പടിഞ്ഞാറ് ശരാശരി വീതി 60 കിലോമീറ്റർ ആണ്. ഓക്കെ, ഇതിൽ ശരിയായ പ്രസ്താവനയാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്. സമയം എടുത്ത് ചെയ്താൽ മതി. വായിച്ച് നോക്കിയിട്ട് നിങ്ങൾ സമയം എടുത്ത് ചെയ്താൽ മതി. നിങ്ങൾക്ക് ആരെയും കമന്റ് ചെയ്യണമെന്ന് നോക്കണം. നിങ്ങൾക്ക് ഉത്തരം കിട്ടുമ്പോൾ കമന്റ് ചെയ്താൽ നിങ്ങൾ. ലാസ്റ്റ് പോയിന്റ് പലർക്കും ഡൗട്ട് ആയി കാണും അല്ലെ? ലാസ്റ്റ് പോയിന്റ് ആണ് ആദ്യം കേട്ടില്ലാത്ത പോയിന്റ് ആണ്. പിള്ളേർ ഓപ്ഷൻ സി ആണ് ആൻസർ കേട്ടാ. 1, 2, 4 ആണ്. 1, 2, 4 ആണ്. അതായത് കേരളത്തിന്റെ കിഴക്കൻ മലനാടിന്റെ ഏറ്റവും ഉയരം കൂടിയ ഭാഗമാണ് ആനമുടി. കറക്റ്റാണ്. പശ്ചിമഘട്ടവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന സമയത്ത് ഏറ്റവും ഉയരം കൂടിയ ഭാഗം ആനമുടിയാണ്. സഹ്യപർവ്വതത്തിന്റെ ഏറ്റവും തെക്ക് ഭാഗത്തുള്ള കൊടുമുടിയാണ് അഗസ്ത്യാർകൂടം. അതും ശരിയാണ്. കേരളത്തിന്റെ നെല്ലറ കുട്ടനാട്, പക്ഷെ കിഴക്കൻ തീരസമതലത്തല്ല, പടിഞ്ഞാറൻ തീരസമതലത്തിലാണ് ഏത് വരുന്നത്? കുട്ടനാട് വരുന്നത്. അപ്പൊ അതുകൊണ്ട് അത് തെറ്റ്. കേരളത്തിന്റെ കിഴക്ക് പടിഞ്ഞാറ് ശരാശരി വീതി 60 കിലോമീറ്റർ. അത് കറക്റ്റാണ്. നമ്മള് തെക്ക് പടിഞ്ഞാറ് പഠിക്കാറുണ്ട്. തെക്ക് പടിഞ്ഞാറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 560 കിലോമീറ്റർ ആണ് തെക്ക് പടിഞ്ഞാറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. ഓക്കെ, എന്നാല് നമ്മുടെ കിഴക്ക് പടിഞ്ഞാറ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് പിള്ളേരെ 60 കിലോമീറ്റർ ആണ് നമ്മുടെ ശരാശരി ഈ കിഴക്ക് പടിഞ്ഞാറ് ദൂരം വരുന്നത് കേട്ടോ. 60 കിലോമീറ്റർ ആണ്. 60 കിലോമീറ്റർ. ഓക്കെ, അപ്പൊ അതൊരു പുതിയ അറിവാണ്. പഠിച്ചിരിക്കുക. നിങ്ങൾ ചോദിക്കും ഇതൊക്കെ. ഓക്കെ, അടുത്ത്, താഴെ തന്നിരിക്കുന്നവയിൽ ഹിൽട്ടൺ ആൻഡ് കമ്മീഷന്റെ ശുപാർശ പ്രകാരം രൂപം കൊണ്ട സ്ഥാപനം ഏതാണ്? ഹിൽട്ടൺ ആൻഡ് കമ്മീഷന്റെ ശുപാർശ പ്രകാരം രൂപം കൊണ്ടതാണ് RBI, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. നമ്മൾ നാളെ റിസർവ് ബാങ്കിനെ കുറിച്ചുള്ള ക്ലാസ്സാണ് രാവിലെ എടുക്കുന്നത്. നിങ്ങൾ കണ്ട് പഠിച്ചോണം കേട്ടോ. 10 മണിക്കാകുമ്പോൾ ചാനലിൽ വരും. മാനേജർ സാർ നാളെ ഉത്തരം പറഞ്ഞ് സ്റ്റാറാവാൻ വേണ്ടിയിട്ട് ഇന്ന് രാത്രി കുത്തിയിരുന്ന് റിസർവ് ബാങ്ക് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. റിപ്പോ നിരക്കും പണനയവും ഇതൊക്കെ എല്ലാം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നാളെ കത്തിക്കും. ഓക്കെ, താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. മേഖലകൾ തിരിച്ചുള്ള ആരുടെ മൈക്കോണാക്കിയത്? അമലെ മൈക്കോണാണ് കേട്ടാ. മേഖലകൾ തിരിച്ചുള്ള സാമ്പത്തിക വിശകലനത്തിന് ദേശീയ വരുമാനത്തിന്റെ ഏറ്റവും ഉചിതമായ ആശയമാണ് മൊത്ത ദേശീയ ഉൽപ്പന്നം. മൊത്ത ദേശീയ ഉൽപ്പന്നം കണക്കാക്കുന്നത് ഒരു സാമ്പത്തിക വർഷത്തേക്കാണ്. വിദേശത്ത് ജോലി ചെയ്യുന്ന വ്യക്തികളുടെ വരുമാനം, വിദേശ രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളുടെയും സംരംഭങ്ങളുടെയും ലാഭം തുടങ്ങിയവ മൊത്ത ആഭ്യന്തര ഉൽപ്പന്നത്തിൽ ഉൾപ്പെടുന്നില്ല. സാങ്കേതികമായി അറ്റ ദേശീയ ഉൽപ്പന്നമാണ് ദേശീയ വരുമാനമായി അറിയപ്പെടുന്നത്. ശരിയായ പ്രസ്താവനയാണ്. വായിക്കാൻ സമയം വേണമെങ്കിൽ വായിച്ച് ഉത്തരം കമന്റ് ചെയ്താൽ മതി. നിങ്ങൾ ചാടിക്കേറണ്ട പിള്ളേരെ, ചാടിക്കേറണ്ട.
വായിച്ചു നോക്ക്. നമ്മൾ പഠിച്ചതാ ദേശീയ വരുമാനം SCERT റിവിഷൻ നമ്മൾ പഠിച്ചതാ. ദേശീയ വരുമാനം SCERT റിവിഷനിൽ നമ്മൾ പഠിച്ചതാ. ഇല്ല, ആർക്കും ഉത്തരം കിട്ടിയില്ല. നമ്മൾ നോക്കാം. ഇവിടെ മേഖലകൾ തിരിച്ചുള്ള സാമ്പത്തിക വിശകലനത്തിന് ദേശീയ വരുമാനത്തിന്റെ ഏറ്റവും ഉചിതമായ ആശയമാണ് മൊത്ത ദേശീയ ഉൽപ്പന്നം. ശരിയാണോ തെറ്റാണോ പിള്ളേരെ? അത് തെറ്റാണ്. മേഖലകൾ തിരിച്ചുള്ള സാമ്പത്തിക വിശകലനത്തിന് ദേശീയ വരുമാനത്തിന്റെ ഏറ്റവും ഉചിതമായ ആശയം മൊത്ത ആഭ്യന്തര ഉൽപ്പന്നമാണ്. മനസ്സിലായോ? മൊത്ത ആഭ്യന്തര ഉൽപ്പന്നമാണ്. മൊത്ത ആഭ്യന്തര ഉൽപ്പന്നമാണ്. ഓക്കെ, മൊത്ത ആഭ്യന്തര ഉൽപ്പന്നമാണ് കേട്ടാ. ഇവിടെ നമുക്ക് മൊത്ത ദേശീയ ഉൽപ്പന്നമല്ലേ കൊടുത്തിരിക്കുന്നേ. ഇവിടെ GDP അല്ല കൊടുത്തിരിക്കുന്നത്, GNP ആണ് കൊടുത്തിരിക്കുന്നത്. GNP ആണ് കൊടുത്തിരിക്കുന്നേ. ഓക്കെ, മൊത്ത ദേശീയ ഉൽപ്പന്നം കണക്കാക്കുന്ന ഒരു സാമ്പത്തിക വർഷത്തേക്കാണ് ശരി. വിദേശത്ത് ജോലി ചെയ്യുന്ന വ്യക്തികളുടെ വരുമാനം, വിദേശ രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളുടെയും സംരംഭങ്ങളുടെയും ലാഭം തുടങ്ങിയവ മൊത്ത ആഭ്യന്തര ഉൽപ്പന്നത്തിൽ ഉൾപ്പെടുന്നില്ല. ശരി. സാങ്കേതികമായി അറ്റ ദേശീയ ഉൽപ്പന്നമാണ് ദേശീയ വരുമാനം. ശരി. ആൻസർ സി ആണ്. സി ആണ് ആൻസർ. സി. കണ്ട, ഇത് നമ്മൾ റിവിഷൻ ചെയ്ത സാധനമാണ്. ഞാൻ പറഞ്ഞില്ലേ, നമ്മളിങ്ങനെ വർക്കൗട്ട് ചെയ്യുമ്പോഴേ ഇപ്പൊ നിങ്ങളെ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇത് അയ്യോ എനിക്കിത് കിട്ടിയില്ലെന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ നെഞ്ചെടുത്തടിച്ച് കരയല്ല വേണ്ടത്. ഇത് കിട്ടിയില്ല, പക്ഷെ ഇത് നമ്മളൊരു PSC പരീക്ഷയിൽ എഴുതി എനിക്ക് ഒന്നുകൂടെ റിവിഷൻ ചെയ്യാനുള്ള ഒരു അവസരം കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യണം? ഒന്നുകൂടെ പോയി വായിക്കണം. മനസ്സിലായോ? നമുക്ക് ഒരിക്കൽ തെറ്റിയ സാധനം പിള്ളേരെ, നമുക്ക് ഒരിക്കൽ തെറ്റിയ സാധനം നമുക്ക് പിന്നെ എന്ത് ചെയ്യത്തില്ല, നമ്മൾ പോയി ഒന്ന് പഠിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യത്തില്ല, തെറ്റത്തില്ല. ഓക്കെ. നിങ്ങൾ 2004 ഒളിമ്പിക്സിൽ ഉസൈൻ ബോൾട്ടിന്റെ മത്സരം എടുത്ത് നോക്കണം 100 മീറ്ററിൽ കേട്ടാ. 2004 ഒളിമ്പിക്സിൽ ഉസൈൻ ബോൾട്ടിന്റെ മത്സരത്തിൽ ഉസൈൻ ബോൾട്ട് 2004 ഏതൻസ് ഒളിമ്പിക്സിലാണ് ആദ്യം എന്ത് ചെയ്യുന്നത്, പങ്കെടുക്കുന്നത്. ഓക്കെ, ഭയങ്കര നിസ്സാരനായി തോറ്റുപോയി. അതിനുശേഷം 2008, 2012, 2016 എന്ത് ചെയ്തില്ല, തൊടാൻ പറ്റിയിട്ടില്ല ഒരുത്തരം. 100 മീറ്ററിലും പറ്റിയിട്ടില്ല, 200 മീറ്ററിലും പറ്റിയിട്ടില്ല, ഹഡിസിലും പറ്റിയിട്ടില്ല. ഹഡിസല്ല, റിലേയിലും പറ്റിയിട്ടില്ല. അതാണ് നമ്മൾ ഈ പറഞ്ഞ, നമുക്ക് ഒന്നും സാധനം നമുക്ക് തെറ്റിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു പരീക്ഷയിൽ നമ്മൾ വീണ് പോയി കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് ആ പരീക്ഷയ്ക്ക് നമ്മൾ പോണ സമയത്ത് നമ്മൾ ഒരിക്കലും തൊടാൻ പറ്റരുത്. ആ ലെവലിൽ നമ്മൾ പോണം, അടിച്ച് കയറി പോണം. ഓക്കെ. അടുത്ത്, താഴെ പറയുന്നവയിൽ പരോക്ഷ നികുതി അല്ലാത്തത് ഏത്? പരോക്ഷ നികുതി അല്ലാത്തത് ഏത്? പരോക്ഷ നികുതി ഏതാ? കോർപ്പറേറ്റ് നികുതി പരോക്ഷ നികുതി അല്ലേ? കോർപ്പറേറ്റ് നികുതി, പരോക്ഷ നികുതി. നമ്മൾ പ്രത്യക്ഷ നികുതി പ്രധാനപ്പെട്ട് പഠിക്കുന്ന ഒന്ന് ഇൻകം ടാക്സ്, മറ്റൊന്ന് കോർപ്പറേറ്റ് ടാക്സും ആണ് അല്ലേ? ഓക്കെ, അപ്പൊ അതില് ഇപ്പൊ കോർപ്പറേറ്റ് ടാക്സ് ആണ് നമുക്ക് എന്ത് ചെയ്തിരിക്കുന്നത്, ഓപ്ഷനിൽ കൊടുത്തിരിക്കുന്നത്. ഓക്കെ. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. കേരള വികസന മാതൃക എന്നറിയപ്പെടുന്നത് 10ാം പഞ്ചവത്സര പദ്ധതിയാണ്. റോളിംഗ് പ്ലാൻ മുന്നോട്ട് വെച്ചത് ദാദാഭായ് നവറോജിയാണ്. 20 പരിപാടി നിലവിൽ വന്നത് 4ാം പഞ്ചവത്സര പദ്ധതിയിലാണ്. മിശ്ര സമ്പദ് വ്യവസ്ഥ എന്ന ആശയം ഇന്ത്യ നടപ്പിലാക്കിയത് 2ാം പഞ്ചവത്സര പദ്ധതിയിലാണ്. ഓക്കെ, നോക്കി പറഞ്ഞേ. അപ്പോൾ സി ആണ് ആൻസർ വരുന്നത്. 1ഉം 4ഉം ആണ് ശരി. 1ഉം 4ഉം ആണ് ശരി അല്ലേ? ഓക്കെ, നമ്മൾ ഇന്ന് പഠിച്ചതാ ഈ 20 കർമ്മ പരിപാടി 1975 ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടിയിട്ട് ആരാ, ഇന്ദിരാഗാന്ധി മുന്നോട്ട് വെച്ചു. 5ാം പഞ്ചവത്സര പദ്ധതി. ഓക്കെ. റോളിംഗ് പ്ലാൻ മുന്നോട്ട് വെച്ചത് ആരാ പിള്ളേരെ? മൊറാർജി ദേശായി ആണല്ലേ. റോളിംഗ് പ്ലാൻ 1978, 80 റോളിംഗ് പ്ലാൻ മുന്നോട്ട് വെച്ചത് മൊറാർജി ദേശായി ആണ്. ഓക്കെ. ആശയം ആരുടേതാ? ഗുൽനാർ നഡാലിന്റെയാണ് ആശയം. നടപ്പിലാക്കിയതാണ് മൊറാർജി ദേശായി കേട്ടാ. ഏഷ്യൻ ഡ്രാമ ക്ലാസ് കണ്ടാണേ നിങ്ങൾ? നിങ്ങൾ കാണണമെന്നില്ല, നിങ്ങൾ കേട്ടാ മതി. നിങ്ങൾ എപ്പോഴെങ്കിലേ, എന്നെ കണ്ടിട്ട് വലിയ ഉപയോഗമൊന്നുമില്ല അതില്. ഓക്കെ, കേട്ട് പഠിക്കാനേ പറ്റത്തുള്ളൂ അതില്. കാരണം നമ്മൾ ഒന്നും കാണിക്കുന്നില്ലല്ലോ സ്ക്രീനിൽ നമ്മളൊന്നും കാണിക്കുന്നില്ല. സ്ക്രീനിൽ നമ്മൾ ഞാനും നമ്മുടെ മാനേജർ സാർ മാത്രമല്ലേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങളത് കാണണമെന്നില്ല കേട്ടാ.
അവിടെ ഞാൻ രാവിലെയൊക്കെ ഈ ഇവിടെ വീട്ടിലിരിക്കുന്ന കോളത്തിലേക്ക് ഞാൻ പോയി ക്ലാസ് എടുക്കുന്നത്, അതുകൊണ്ട് നിങ്ങൾക്ക് കാണണ്ടെന്നാണ് ഞാൻ പരമാവധി പറയണത്. കേട്ടാ മതി. ആ ശരി. അടുത്ത്, വില സംവിധാനത്തിലൂടെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്ന സമ്പദ് വ്യവസ്ഥ ഏതാണ്? വില സംവിധാനത്തിലൂടെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്ന സമ്പദ് വ്യവസ്ഥ ഏതാ വളരെ? അറിഞ്ഞൂടെ അല്ലേ? അതാണ് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ. വില സംവിധാനത്തിലൂടെ. ഓക്കെ. വില സംവിധാനത്തിലൂടെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന സമ്പദ് വ്യവസ്ഥയാണ് ഏത്? മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ. മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ അല്ലേ? ഓക്കെ. ഇപ്പൊ എന്തെങ്കിലും പ്രശ്നം പറയുമ്പോൾ മുതലാളിമാർ എന്താ ചെയ്യുന്നത്? കുറച്ച് പൈസ വരെയും എറിയും അല്ലേ? കുറച്ച് വില അങ്ങ് ഇടും. ഇപ്പൊ ഒരു സർക്കാർ ഓഫീസിൽ ഒരു പ്രശ്നം വരെയാണ്, ഇത് പറ്റത്തില്ല, ഇത് പെർമിഷൻ തരാൻ പറ്റുന്ന പറയുമ്പോൾ ആ ഉദ്യോഗസ്ഥന് മുതലാളി വിലയിടും. മനസ്സിലായി? നിനക്ക് ഞാൻ 1 കോടി രൂപ തരും. ഇപ്പൊ ശരിയായ പ്രശ്നം പരിഹരിച്ച. അപ്പൊ മുതലാളിമാരാണ് വില കൊടുത്ത് പ്രശ്നം പരിഹരിക്കണമെന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി, നിങ്ങൾക്ക് കിട്ടും. യൂണിയനും സംസ്ഥാനങ്ങളും തമ്മിലുള്ള ബന്ധങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗം, അതായത് ലിസ്റ്റുകളൊക്കെ ഉൾപ്പെടുന്ന എവിടെന്നാണ് ചോദ്യം. ഏത് പാർട്ടിലാണ് ലിസ്റ്റുകളൊക്കെ ഉൾപ്പെടുന്ന പിള്ളേരെ? ലിസ്റ്റുകളൊക്കെ ഉൾപ്പെടുന്നത് ഭാഗം 11-ലാണ് അല്ലേ? ഭാഗം 11-ലാണ് ലിസ്റ്റുകളൊക്കെ ഉൾപ്പെടുന്നത്. ഓക്കെ, ശരി. അടുത്ത, ചേരുംപടി ചേർക്കുക. ചേർത്തോളൂ. അനുച്ഛേദം 324, അനുച്ഛേദം 338B, അനുച്ഛേദം 315, അനുച്ഛേദം 338. ചേരുംപടി ചേർക്കുക. ചേരുംപടി ചേർത്തല്ലോ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഓപ്ഷൻ ഡി. അതായത് 324 എന്ന് പറയുമ്പോഴേ എന്താ വരുന്നേ? 324 വരുന്ന സമയത്ത് ഇലക്ഷൻ കമ്മീഷനാണ് വരുന്നത്. അതായത് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിള്ളേരെ ബി വരും അല്ലേ? 1B. അടുത്ത 2, അനുച്ഛേദം 338B. 338B എന്ന് പറഞ്ഞാൽ എന്താണ്? 338 പിന്നാക്ക വിഭാഗ. പിന്നോക്കം അല്ല, പിന്നാക്ക വിഭാഗ. ഞാൻ ഇന്നലെ അല്ല, വെള്ളിയാഴ്ച, ശനിയാഴ്ച ഞാൻ ഒരു ഓഫീസിലെ ആവശ്യത്തായിട്ട് ബന്ധപ്പെട്ട് ഞാൻ നമ്മുടെ സംസ്ഥാന പിന്നാക്ക വിഭാഗ വികസന ബോർഡിന്റെ ഒരു ബാങ്ക് ഉണ്ട്, അവിടെ പോയി. അപ്പൊ അവിടെ പിന്നോക്കം എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. എനിക്ക് അവിടെ ചെന്ന് അവിടുത്തെ മാനേജർ പറഞ്ഞുകൊണ്ട് തെറ്റാണെന്ന്. അപ്പൊ അവരെന്നെ ചവിട്ടി ഇറക്കിയ, പറഞ്ഞതിനെ ചവിട്ടി ഇറക്കിയെന്നെ അവരെന്നെ. ശരി. പിള്ളേരെ, അപ്പം ഓപ്ഷൻ രണ്ടാമത്തേത് ഏത് വരും? രണ്ടാമത്തത് എ വരും. ഓക്കെ. അടുത്ത് മൂന്നാമത്തെ അനുച്ഛേദം 315. അനുച്ഛേദം 315 ഏതാ പിള്ളേരെ? യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ അല്ലേ? അപ്പൊ 3D വരും. ഡി വരും. 4 വരുന്ന സമയത്ത് ഏതാ വരുന്നേ? 4Bയും വരും. ഓക്കെ. 4B അല്ലല്ലോ, 4C. അതായത് അനുച്ഛേദം 338 എന്താണ്? പട്ടികജാതി കമ്മീഷൻ. ഓക്കെ, ഇതൊക്കെ ഈസി ക്വസ്റ്റ്യനാണ്. വന്യമൃഗങ്ങളുടെയും പക്ഷികളുടെയും സംരക്ഷണം ഉൾപ്പെടുന്നത് ചുവടെ പറയുന്നതിൽ ഏതിലാണ്? ഏത് ലിസ്റ്റിലാ വന്യമൃഗങ്ങളുടെയും പക്ഷികളുടെയും സംരക്ഷണം? വന്യജീവി സംരക്ഷണം കൺകറന്റ് ലിസ്റ്റിലാണ്. വന്യജീവി സംരക്ഷണം വരുന്നത് അല്ലേ? കൺകറന്റ് ലിസ്റ്റിലാണ്. ഓക്കെ. സ്വത്തവകാശത്തെ സംബന്ധിച്ച് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായവ തിരഞ്ഞെടുക്കുക. 1973 സ്വത്തവകാശം ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയുടെ ഭാഗമല്ലെന്നും അതിനാൽ ഈ അവകാശം ഒരു ഭേദഗതിയിലൂടെ കുറയ്ക്കുവാനുള്ള അധികാരം പാർലമെന്റിന് ഉണ്ടെന്നും സുപ്രീം കോടതി തീർപ്പ് കൽപ്പിച്ചു. അതായത് 1973 സ്വത്തവകാശം ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയുടെ ഭാഗമല്ലെന്നും അതിനാൽ ഈ അവകാശം ഒരു ഭേദഗതിയിലൂടെ കുറയ്ക്കാനുള്ള അധികാരം പാർലമെന്റിന് ഉണ്ടെന്നും സുപ്രീം കോടതി തീർപ്പ് കൽപ്പിച്ചു. 1978 44 ഭരണഘടനാ ഭേദഗതി പ്രകാരം സ്വത്തവകാശത്തെ മൗലിക അവകാശത്തിൽ നിന്ന് എടുത്തുമാറ്റി 300A വകുപ്പിൽ ഉൾപ്പെടുത്തി. 44 ഭരണഘടനാ ഭേദഗതി പ്രകാരം സ്വത്തവകാശം ഒരു മൗലിക അവകാശമല്ലാതായി തീരുകയും അത് കേവലം ഒരു നിയമാവകാശം മാറുകയും ചെയ്തു. ഓക്കെ. ഒന്നാമത്തെ പോയിന്റ് അറിഞ്ഞുകൊണ്ടാണോ നിങ്ങൾ ഈ സി എടുത്ത് പിടിക്കുന്നത് പിള്ളേരെ? ഓപ്ഷൻ ബി ആണ് ആൻസർ. ഒന്നാമത്തെയും ശരിയാണ്. അതായത് ഈ പറയുന്ന 73-ലുള്ള വിധി അത് കറക്റ്റ് ആണ്. രണ്ടാമത്തെ കറക്റ്റ് ആണ്. മൂന്നാമത്തെയും കറക്റ്റ് ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ പിള്ളേരെ? അടുത്തത് 40
ഒരു കീഴ്ക്കോടതി അധികാര അതിർത്തി ലംഘിക്കുകയോ സ്വാഭാവിക നീതി നിയമങ്ങൾക്ക് എതിരായി പ്രവർത്തിക്കുകയോ ചെയ്യുന്നതിനെ പ്രാഥമികമായി തടയുന്ന റിട്ട് ചുവടെ പറയുന്നതിൽ ഏതാണ്? ഏതാ പിള്ളേരെ? ഓപ്ഷൻ ബി പ്രൊഹിബിഷൻ ആണ് അല്ലെ? ഓപ്ഷൻ ബി പ്രൊഹിബിഷൻ ആണ്. പ്രൊഹിബിറ്റ് ചെയ്യുക എന്നതാണ്. സെർഷോററി പലരും ചോദിക്കാറുണ്ട്. സെർഷോററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കീഴ്ക്കോടതിയിലുള്ള ഒരു കേസിനെ മേൽക്കോടതിയിലേക്ക് മാറ്റുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സെർഷോററി എന്ന് പറയുന്നത് അല്ലെ? സെർഷോററി കീഴ്ക്കോടതിയിലുള്ള ഒരു കേസിനെ മേൽക്കോടതിയിലേക്ക് മാറ്റുന്നതിന് സെർഷോററി എന്ന് പറയുന്നത്. കീഴ്ക്കോടതി അധികാര പരിധി ലംഘിക്കുന്നതിന് തടയുന്നതാണ് ഈ പറയുന്ന പ്രൊഹിബിഷൻ എന്ന് പറയുന്നത് അല്ലെ? പ്രൊഹിബിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണ്. ഞാൻ ഇന്നലെ മാർക്ക് ചോദിക്കാൻ വിട്ടുപോയിട്ട് നിങ്ങൾ ആരും പറഞ്ഞില്ല. നിങ്ങൾ ഒരു മറ്റേ സ്ലീപ്പർ സെൽസ് കാണാൻ ഒരു കാര്യം നമ്മൾ വിട്ടുപോയി കഴിഞ്ഞാൽ ഓർമ്മിപ്പിക്കൂല. അപ്പൊ ഇന്നിപ്പോ 40 ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇന്ന് 40 പഠിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ അല്ല. ഓക്കെ, നമ്മൾ നോക്കാം. 35+ ആർക്കൊക്കെ ഉണ്ടെന്ന് പറഞ്ഞേ. സാർ ഒരു കാര്യം ചോദിക്കട്ടെ? ചോദിച്ചോളൂ. സാറേ 39-ലെ ക്വസ്റ്റ്യന്റെ ഓപ്ഷൻ എ എന്ന് പറയുന്നത് കേശവാനന്ദ ഭാരതി കേസിന്റെ വിധിയല്ലേ? കേശവാനന്ദ ഭാരതി കേസിന്റെ വിധിയാണ്. പാർലമെന്റിന്റെ അതായത് പാർലമെന്റിന് നമുക്ക് ഈ നമ്മുടെ അടിസ്ഥാനത്തിന് മാറ്റം വരാതെ ഭേദഗതി ചെയ്യാമെന്നും ഈ പറയുന്ന സ്വത്തവകാശം നമ്മുടെ അടിസ്ഥാന ഘടനയുടെ ഭാഗമല്ലാത്തത് കൊണ്ട് ഭേദഗതി ചെയ്യാനുള്ള അധികാരം പാർലമെന്റിനുണ്ട്. നമ്മൾ അടിസ്ഥാന ഘടനയെ മാറ്റം വരുന്ന രീതിയിൽ ഭേദഗതി നടത്താൻ ആർക്കും പറ്റത്തില്ല, പാർലമെന്റിന് പറ്റത്തില്ല കേട്ടോ. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ സ്വത്തവകാശം ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയുടെ ഭാഗമല്ല. നമ്മുടെ ഇന്ത്യൻ പാർലമെന്റിന് മൗലിക അവകാശങ്ങൾ ഭേദഗതി ചെയ്യാൻ പറ്റുമെങ്കിലും നമ്മുടെ ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയ്ക്ക് മാറ്റം വരുന്ന കാര്യങ്ങൾ ഭേദഗതി ചെയ്യാൻ പാടില്ല. ക്ലിയർ ആണല്ലോ? അതൊരു പോയിന്റ് ആണ്. അപ്പം ഈ പറയുന്ന സ്വത്തവകാശം ഈ അടിസ്ഥാന ഘടനയുടെ ഭാഗമല്ലാത്തത് കൊണ്ട് അത് ഭേദഗതി ചെയ്യാമെന്നായിരുന്നു ആ വിധി. ഓക്കെ, ശരിടാ. മാർക്ക് ഒരാൾക്കേ ഉള്ള 35.33. ശിവപ്രിയക്ക് എത്ര? 35.33. റിച്ചാർഡ് ഫിലിപ്പ് 36.66. റിച്ചാർഡ് ഫിലിപ്പ് ഒരു മിത്തായി മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സ്മിത വിനു അപർണ 35.66, രോഹിണി 35.33, സ്മിത 36.66, മനു 36, നാഷിത 35.33, തോമസ് 35.66. ഓക്കെ, 30+ കമന്റ് ചെയ്തേ. 30+. ധാരാളം പേർക്ക് 30+ ഉണ്ട്. കൊള്ളാം. 25+ കമന്റ് ചെയ്യടാ. 25+ കമന്റ് ചെയ്തേ. 25+ കമന്റ് ചെയ്തേ. ഓക്കെ, 20+ കമന്റ് ചെയ്തേ. 20+. ഓക്കെ, ഗ്രൂപ്പില് ഫോട്ടോ ഇട്ടിട്ട് പൊക്കോളൂ, പോയി ഇത് പഠിച്ചോളൂ. നാളെ രാവിലെ റിവിഷൻ ഉണ്ട്. ഓക്കെ, ശരി. ഗുഡ് നൈറ്റ്, ബൈ.